എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ ചന്ദ്രമതി വിചാരിച്ചതുപോലെ തന്നെ സച്ചിയെ ഒന്ന് മോനെ എന്നൊക്കെ വിളിക്കേണ്ടി വന്നു. എന്നാൽ കൂടിയും സച്ചി ആ ഒരു കീ കൊടുത്തത് കൊണ്ട് തന്നെ സുധീന്ദ്രനെ പഴയതുപോലെ പഴയ പ്രൗഢിയോടുകൂടി തന്നെ വീട്ടിലേക്ക് കയറ്റാനായിട്ട് ചന്ദ്രക്ക് സാധിച്ചു. അപ്പൊ ചന്ദ്രമതി ആണെങ്കിൽ എന്റെ മോൻ എന്തായാലും വീട്ടിൽ കയറി കഴിഞ്ഞു, ഇനി താൻ പഴയതിന്റെ അപ്പുറം കാണിക്കും. ഈ കാര്യങ്ങൾ മുഴുവനും രവിയേട്ടനെ അറിയിച്ചത് രേവതിയാണ് എന്നുള്ള സത്യം ചന്ദ്രമതി കുറച്ചു മുമ്പ് തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ രേവതിക്ക് എതിരെ തിരിയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും രേവതിയെ ഈ വീട്ടിൽ നിന്ന് മാട്ടിപ്പായിക്കണം എന്നുള്ളത് തന്നെയാണ് ചന്ദ്രയുടെ ഒരേ ഒരു ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചന്ദ്ര ഈ വരുന്ന ഒരാഴ്ചയിൽ ചെയ്ത് കൂട്ടുന്നത് കേട്ടോ. അപ്പൊ ചന്ദ്രയുടെ ആ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ രവി എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിയും നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു തുടങ്ങി. രേവതിയാണെങ്കിലോ അവളും അത്യാവശ്യം മിണ്ടാതിരുന്ന കൂട്ടത്തിലാണെങ്കിലും ഇപ്പതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഇതാ സുധിക്ക് വേണ്ടിയിട്ട് ഒരു ചായ എടുത്തു കൊടുക്കാൻ രേവതിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അമ്മതേ ചായ ഒക്കെ ഞാൻ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യക്കാര് ആരാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കുടിച്ചോട്ടെ എന്ന് പറയാണ്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചായ എടുത്തു തരുന്നത് എന്റെ കടമ തന്നെയാണ്. പക്ഷേ ഈ സുധിക്ക് ചായ ഞാൻ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞാല് നടക്കാത്ത കാര്യമാണെന്നും പറഞ്ഞ് അവൾ ആ ഒരു സംഭവം അങ്ങ് എതിർക്കുകയാണ്. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലോ നിനക്കിപ്പോ അഹങ്കാരമായല്ലേ, എന്റെ ഭർത്താവ് നിനക്ക് കൂട്ടു നിൽക്കുന്നത് കൊണ്ടാണോ നിനക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കിനും അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്, എനിക്ക് വെറും 50 ലക്ഷം രൂപയുടെ വിലയിട്ടവനാണ് ഈ നിൽക്കുന്ന അമ്മയുടെ മോൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുത്തനെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ എന്റെ അമ്മായിയമ്മ ആയതുകൊണ്ടും പുള്ളിക്കാരൻ എന്റെ അമ്മായിയച്ഛനായതുകൊണ്ടുമാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത്, അല്ലാതെ സുധീന്ദ്രനുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാന്ന് തീർത്തു പറയുകയാണ് രേവതി. അപ്പൊ രേവതി ഇത്രയൊക്കെ വർത്താനം പറയുമെന്നുള്ള കാര്യം ചന്ദ്രമതി അറിയുന്നത് അപ്പൊ തന്നെയാണ് കേട്ടോ. അവളാണെങ്കിൽ ഇതാ പ്രതീക്ഷയിന് അപ്പുറത്തെ വർത്താനം ഒക്കെ പറഞ്ഞു. അവളുടെ ഒരു അഹങ്കാരം, അവളുടെ പിന്നില് അച്ഛനും അതുപോലെ തന്നെ ആ ഒരു സച്ചിയും ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് അവൾ ഇത്രയൊക്കെ അങ്ങ് തിളച്ചു പൊങ്ങുന്നതെന്ന് പറഞ്ഞ് സുധിയോടാണെങ്കിൽ ചന്ദ്ര പറയുന്നുണ്ട്, മോനെ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, നീ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി സമ്പാദിക്കണം. ഇനി സാലറിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണമെന്ന് പറയുകയാണ്. അപ്പൊ സുധിയാണെങ്കിലും അമ്മ ഞാനൊരു ഇന്റർവ്യൂവിന് പോകാനുള്ള പുറപ്പാടാണ്, അപ്പം അതിൽ മിക്കവാറും എനിക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഉറപ്പായിട്ടും ആ ഒരു ജോലിയിൽ തുടർന്ന് നിൽക്കുമെന്നുള്ള വാക്ക് കൊടുക്കുകയാണ്. മോനെ അങ്ങനെ നിന്നിട്ട് വേണം ഇവറ്റകൾ പറഞ്ഞ ആ ഒരു പൈസ ഉണ്ടല്ലോ, ആ ഒരു 50 ലക്ഷം രൂപ, അത് നിന്റെ അച്ഛന്റെയും ആ ഒരു സച്ചിയുടെയും മുഖത്ത് വലിച്ചെറിയാനായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധീന്ദ്രൻ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഈ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ 50,000 രൂപയൊന്നും അല്ലല്ലോ ഇങ്ങനെ വലിച്ചെറിയാനായിട്ട്. അപ്പം പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമേ അല്ല അത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും താനത് ഉണ്ടാക്കുമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവൻ നിൽക്കുന്നത്. പക്ഷെ അമ്മ പറഞ്ഞതുപോലെയും സച്ചി പറഞ്ഞതുപോലെയും ഈ ഒരു 6 മാസത്തെ കാലയളവിനുള്ളിൽ ഒരു കാരണം വെച്ചാലും ഇതൊന്നും നടക്കില്ല. അപ്പൊ ചന്ദ്രയാണെങ്കിൽ പിന്നീടും നമ്മുടെ രേവതിയുടെ മെക്കിട്ട് കയറുകയാണ്. അവള് ക്ഷേത്രത്തിൽ പോകുന്നതും പൂ കെട്ടിക്കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളിലും ചന്ദ്രമതി അമിതമായിട്ട് ഇടപെടുകയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അമ്മ ദയവ് ചെയ്ത് എന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടരുതെന്ന് പറയാണ്. ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് പിന്നെ എന്റെ അമ്മായിയച്ഛനോട് ചോദിച്ചു, രണ്ടുപേർക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് എന്താണ് വിഷയമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ വീട്ടിലെ സകല ജോലികളും രാവിലെ എഴുന്നേറ്റ് തീർത്തതിന് ശേഷമാണ് പൂ കെട്ടാനിരിക്കുന്നതും ആ ഒരു പൂ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതും. അതുകൊണ്ട് അമ്മ വെറുതെ എന്നോട് കൂടി വഴക്കിന് വരല്ലേ എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, നിന്റെ ഈ വീട്ടിലെ താമസം അത് അധിക നാളൊന്നും ഉണ്ടാവില്ല, നീ താമസിക്കുന്നത് എന്റെ പുന്നാര മോന്റെ കൂടെ അല്ലേ, അവന്റെ സ്വഭാവം നിന്നെക്കാട്ടിലും നന്നായിട്ട് എനിക്കറിയാമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ കൊച്ചാക്കുകയാണ്. അപ്പം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരുപാട് മാറി കേട്ടോ. സച്ചിക്കാണെങ്കിൽ ഇതാ നമ്മുടെ രേവതിയോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങി. പിന്നെ നമ്മുടെ സച്ചിയുടെ ആയുസിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് രേവതി ഇതാ പ്രത്യേക വഴിപാടുകളൊക്കെ കഴിക്കുകയാണ്. ആ ഒരു പ്രസാദവും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചിയുടെ മുന്നിൽ എത്തുമ്പോഴത്തേക്കിനും സച്ചി പറയുന്നുണ്ട്, അല്ല ഇതെന്താ നീ അമ്പലത്തിൽ പോയെന്ന് ചോദിക്കുകയാണ്.
ഞാൻ അമ്പലത്തിലൊക്കെ പോയി, ഇത് നിങ്ങൾക്ക് വേണ്ടി കഴിപ്പിച്ച ആ ഒരു വഴിപാടാന്നും പറഞ്ഞ് അവന്റെ നെറ്റിയിൽ ആ ഒരു ചന്ദനം ചാർത്തി കൊടുക്കുമ്പോൾ സച്ചിക്കാണെങ്കിൽ ഇത്രയും കാലവും എങ്ങും നിന്ന് ലഭിക്കാത്ത ഒരു പ്രത്യേക പരിഗണനയും സ്നേഹവും ഒക്കെ ലഭിച്ചതായിട്ട് തോന്നുകയാണ്. അപ്പൊ അവന്റെ മനസ്സ് നിറയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. അപ്പൊ ഇതിനിടയ്ക്കാണെങ്കിൽ ചന്ദ്രമതി ഒരു ചായയുടെ കേസ് കെട്ടൊക്കെ ഉണ്ടാക്കിയല്ലോ. ആ ചായയുടെ കേസ് ഉണ്ടാക്കിയ സമയത്താണെങ്കിലും രേവതി കട്ടായം പറയാണ്, അമ്മേ സുധിക്ക് ചായ എടുത്തു കൊടുക്കാനായിട്ട് ഈ രേവതി എന്തായാലും തയ്യാറാവില്ല. സുധിക്ക് ചായ വേണമെങ്കിൽ ഒന്നെങ്കിൽ അമ്മ ചായ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അമ്മയുടെ പുന്നാര മോൻ തനിയെ ചായ ഉണ്ടാക്കി കുടിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പം ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ രേവതിയെ തല്ലാനായിട്ട് കൈയോങ്ങാണ്. കൈയോങ്ങി നിൽക്കുന്ന സമയത്ത് രക്ഷകനായിട്ട് നമ്മുടെ സച്ചി എത്തുകയാണ് കേട്ടോ. സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, അതെ അമ്മ എന്തുദ്ദേശത്തിലാണ് രേവതിയോട് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത്? ഒരല്പം സാമാന്യ ഒരു ബോധമോ മര്യാദയൊക്കെ അമ്മയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവള് ഇങ്ങനെ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ളവനാണ് അമ്മയുടെ മോൻ. അതുമല്ല ആ ഒരു 50 ലക്ഷം രൂപയാണ് ഇവൾക്ക് വേണ്ടി അമ്മയുടെ മോൻ വിലയിട്ടത്. അങ്ങനെയുള്ള സുധിക്ക് വേണ്ടിയിട്ട് എന്റെ ഭാര്യ ഒരിക്കലും ചായ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് പറയാണ്. അവളെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം നോക്കാം, എന്റെ അമ്മയുടെ കാര്യം നോക്കാം, അച്ഛന്റെയും കാര്യം നോക്കാം, അല്ലാതെ എന്റെ ജ്യേഷ്ഠന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും ഞാൻ രേവതിയെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയാണ്. സച്ചിയുടെ ആ ഒരു മാസ് ഡയലോഗിന് മുന്നിൽ ചന്ദ്രമതി ചൂളി നിൽക്കുകയാണ്. അപ്പം സുധി പറയുന്നുണ്ട്, എനിക്ക് ചായ വേണ്ടത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, അല്ലെങ്കിൽ എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നാ മതി എന്ന് പറയുമ്പം കണ്ടില്ലേ അവൾക്ക് സപ്പോർട്ടുമായിട്ട് അവൻ വന്നിരിക്കുകയാണ്. എത്ര നാൾ ഈ ഒരു സ്നേഹം കാണുമെന്നുള്ളത് ഈ ചന്ദ്രമതി കാണിച്ചു തരാമെന്നും പറഞ്ഞ് വലിയ അഹങ്കാരത്തില് വല്യമ്മ അങ്ങ് കയറി പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ രേവതി ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ. തന്റെ ഭർത്താവ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, മറ്റൊരാളുടെ മുന്നിലും തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു അഭിമാനത്തിലാണ് രേവതി അവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ സമയത്താണെങ്കിലോ രേവതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ്. അങ്ങനെ അവരാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സൂപ്പർ ആ ഒരു കഥ തന്നെയാണ് ഈ ഒരാഴ്ച വരുന്നത്. അപ്പൊ കൂട്ടുകാര് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്